നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും ഏറെ സഹായകരമായ ഒരു പ്രധാന സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് നോക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി ഇപ്പോൾ കേരളത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത സ്ത്രീകൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഈ 1000 രൂപ മാസാന്ത പെൻഷൻ വലിയ സഹായമാണ്. 2026 ഏപ്രിൽ മാസത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വിഷു ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ നേരിട്ട് പണം എത്തുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്താണ്, ആർക്കാണ് ഇത് ലഭിക്കുക, എങ്ങനെ അപേക്ഷിക്കാം, പണം എങ്ങനെ ലഭിക്കും, എങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കാം, എന്തെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നിവയെല്ലാം വളരെ വിശദമായി നമുക്ക് നോക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരള സർക്കാർ ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വഴി ജോലിയില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായമായി നൽകുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് സാധാരണ ഒരു ധനസഹായം മാത്രമല്ല, പല സ്ത്രീകൾക്കും സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി വലിയ ആശ്വാസമാകുന്നത്. പല കുടുംബങ്ങളിലും ഭർത്താവില്ലാത്ത സ്ത്രീകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, വളരെ കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ പെൻഷന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത്. ഈ പദ്ധതി ആരംഭിക്കാൻ കാരണം കേരളത്തിൽ നിരവധി സ്ത്രീകൾ ജോലിയില്ലാതെ വീട്ടിൽ കഴിയുന്നുണ്ട്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, ചിലർക്ക് വിദ്യാഭ്യാസക്കുറവ്, ഇങ്ങനെ പല കാരണങ്ങളാൽ ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുറഞ്ഞതൊരു ചെറിയ വരുമാനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. ഈ 1000 രൂപ ഒരു വലിയ തുകയെങ്കിലും മാസാന്തം ലഭിക്കുന്ന സ്ഥിരമായ ഒരു സഹായമായി മാറുന്നു. ഇത് ഉപയോഗിച്ച് മരുന്ന് വാങ്ങാൻ, വീടാവശ്യങ്ങൾ നിറവേറ്റാൻ, ചെറിയ ചെലവുകൾ നിയന്ത്രിക്കാൻ വളരെ സഹായകരമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താണെന്ന് നോക്കാം. 2026 ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം വിഷു ആഘോഷങ്ങൾക്ക് ശേഷം ആരംഭിച്ചിരിക്കുകയാണ്. അനവധി ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തന്നെ പണം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ വിതരണം DBT വഴി, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തും. ഇതിനായി ഇടനിലക്കാരോ മറ്റ് നടപടികളോ ആവശ്യമില്ല. ഇത് പണം സുരക്ഷിതമായി ലഭിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല രീതിയാണ്. എത്ര പേർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നു? നിലവിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 10 ലക്ഷത്തിലധികം സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും ഈ പദ്ധതി വഴി സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ സംഖ്യയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നായി ഈ പദ്ധതി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് പ്രായപരിധി, അതായത് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത പ്രായപരിധിയാണ്. അപേക്ഷിക്കുന്ന സ്ത്രീയുടെ പ്രായം 35 മുതൽ 60 വയസ്സ് വരെ ആയിരിക്കണം. 35 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ പദ്ധതി ലഭിക്കില്ല. അതുപോലെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണയായി മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതിനാൽ ഈ പദ്ധതി ലഭിക്കാറില്ല. അതായത് 35നും 65 വയസ്സ് പ്രായപരിധിയുള്ളവർ ഈ പദ്ധതിക്ക് പ്രധാനമായും ലക്ഷ്യമിടുന്ന വിഭാഗമാണ്. തൊഴിലില്ലാത്ത സ്ത്രീകൾ, വിവാഹമോചിത സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ, കുടുംബസഹായമില്ലാത്ത സ്ത്രീകൾ, ട്രാൻസ്വുമൺ വിഭാഗം, പ്രത്യേകിച്ച് ട്രാൻസ് വനിതകൾക്ക് ഈ പദ്ധതി വലിയൊരു സഹായമാണ്. കാരണം പലപ്പോഴും ഇവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലുള്ള യോഗ്യത നിർണയിച്ചിട്ടാണ് ലഭിക്കുന്നത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ റേഷൻ കാർഡ് ഒരു പ്രധാന ഘടകമാണ്. യോഗ്യത ലഭിക്കാൻ മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. വെള്ള കാർഡ് അല്ലെങ്കിൽ നീല കാർഡ് ഉള്ളവർക്ക് സാധാരണയായി ഈ പദ്ധതി ലഭിക്കാറില്ല. കാരണം അത് സാമ്പത്തിക നിലയെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത്. വരുമാന പരിധി. ഈ പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുകയാണ്. അതുകൊണ്ട് കുടുംബ വരുമാനം കുറഞ്ഞിരിക്കണം, സാമ്പത്തികമായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിരിക്കണം, വലിയ സ്വത്ത് അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഉണ്ടായിരിക്കരുത്. ഇത് സർക്കാർ പരിശോധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ മറ്റ് പെൻഷനുകൾ വാങ്ങുന്നവരായിരിക്കരുത്. അതായത് വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഇവ ലഭിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കാറില്ല. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് സഹായം നൽകുകയാണ്. അതായത് സ്ഥിരമായ ജോലി ഉണ്ടായിരിക്കരുത്, സർക്കാർ ജോലി ഇല്ലാത്തവർ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ഇല്ലാത്തവർ,
ഇവർക്ക് പ്രധാനമായും ഈ പദ്ധതി ലഭിക്കുക. ചിലപ്പോൾ ചെറിയ താൽക്കാലിക ജോലികൾ ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാനാകാം, പക്ഷെ അത് സ്ഥിര വരുമാനമല്ലെന്ന് തെളിയിക്കേണ്ടി വരും. സ്ഥിരതാമസം കേരളത്തിൽ ആയിരിക്കണം. ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നവർ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർ ആയിരിക്കണം. മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്നവർക്ക് ഈ പദ്ധതി ലഭിക്കില്ല. അത് തെളിയിക്കാൻ ആധാർ, റേഷൻ കാർഡ്, അഡ്രസ് പ്രൂഫ് ഇവ ആവശ്യമായിരിക്കും. ട്രാൻസ് വനിതകൾക്കുള്ള പ്രത്യേക പരിഗണന. ഈ പദ്ധതിയിൽ ട്രാൻസ് വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. കാരണം ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യ വെല്ലുവിളികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം പരിഗണിച്ചാണ് സർക്കാർ ഈ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അർഹത നഷ്ടപ്പെടാൻ ഉള്ള കാരണങ്ങൾ ഇതെല്ലാമായിരിക്കാം. ഇപ്പോൾ ചിലർക്ക് അപേക്ഷിച്ചിട്ടും ഈ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. അതിനുള്ള പ്രധാന കാരണങ്ങൾ പ്രായപരിധി ശരിയായില്ല, തെറ്റ് ആയ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടാവാം, മറ്റ് പെൻഷൻ ലഭിക്കുന്നുണ്ടാവാം, വരുമാനം കൂടുതലാകാം, റേഷൻ കാർഡ് യോഗ്യതയില്ലാതെയാകാം. ഇവ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ലക്ഷ്മി എന്നൊരു സ്ത്രീ, വയസ്സ് 42 ആണെങ്കിൽ, മഞ്ഞ കാർഡുണ്ട്, സ്ഥിര ജോലിയില്ലെങ്കിൽ, മറ്റ് പെൻഷനും ലഭിക്കുന്നില്ല. ഇവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിച്ചാൽ അർഹത ലഭിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതേസമയം വേറൊരു സ്ത്രീക്ക് 33 വയസ്സും പ്രായം കുറവായതിനാൽ അർഹത ലഭിക്കില്ല. ഇങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാം കൃത്യമായി തന്നെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം അപേക്ഷിക്കേണ്ടിയുള്ളത്. വിഷു കഴിഞ്ഞ് വിതരണം ആരംഭിച്ചു എന്നാണ് ഇപ്പോഴുള്ള വാർത്തകൾ വരുന്നത്. 2026 വിഷു ആഘോഷങ്ങൾക്ക് ശേഷം പെൻഷൻ വിതരണം വേഗത്തിലാക്കിയിരിക്കുകയാണ്. സാധാരണയായി ഉത്സവകാലങ്ങളിൽ ബാങ്ക് അവധി കൂടുതലായിരിക്കും. അതിനാൽ ചിലപ്പോൾ വിതരണം വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിഷു കഴിഞ്ഞതോടെ ഇപ്പോൾ വിതരണം വീണ്ടും സജീവമായി തുടരുകയാണ്. ഇതിനാൽ പല ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടിലേക്ക് പണം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംവിധാനം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുക. മുൻകാലങ്ങളിൽ പണം കൈമാറാൻ ഇടനിലക്കാർ ഉണ്ടായിരുന്നു. ചിലപ്പോൾ വൈകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ പണം നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ DBT വഴിയായതുകൊണ്ട് പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. ഇടനിലക്കാരില്ലാതെ സുരക്ഷിതവും വേഗത്തിലും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തിലധികം സ്ത്രീകളും ട്രാൻസ് വനിതകളും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ മാസവും 1000 വീതം വിതരണം ചെയ്യപ്പെടുന്നു. ഇതിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് ചെറിയ ഒരു ആശ്വാസമായിട്ടായിരിക്കും ഈ തുക നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഒരു മാസം 1000 രൂപ എന്നത് ചെറിയ തുകയാണെന്ന് തോന്നാമെങ്കിലും വർഷത്തിൽ അത് 12,000 രൂപയായി മാറുന്നു. അതായത് ഒരു വർഷം മുഴുവൻ കുടുംബ ചെലവുകൾക്ക് വലിയൊരു സഹായമാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, എന്തുകൊണ്ട് ചിലർക്ക് പണം വൈകിയാണ് ലഭിക്കുന്നതെന്ന്. അതിനുള്ള ചില പ്രധാന കാരണങ്ങൾ: ബാങ്ക് പ്രോസസ്സിംഗ് വൈകൽ. ചില ബാങ്കുകളിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സമയം കൂടുതലായിരിക്കും, സിസ്റ്റം ലോഡ് കൂടുതലായിരിക്കും. ഇത് കാരണം പണം എത്താൻ 1-2 ദിവസം വൈകുന്നതായിരിക്കും. അക്കൗണ്ട് വിവരങ്ങളിൽ ചിലപ്പോൾ പിഴവ് വരാം. അക്കൗണ്ട് നമ്പർ തെറ്റായിരിക്കാം, ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലായിരിക്കാം, ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിരിക്കാം. ഇവയുണ്ടെങ്കിൽ പേയ്മെന്റ് വൈകാൻ സാധ്യതയുണ്ടാകും. രേഖാ പരിശോധന, അതായത് ചില കേസുകളിൽ സർക്കാർ വീണ്ടും രേഖകൾ പരിശോധിക്കാറുണ്ട്. യോഗ്യത ഉറപ്പാക്കാൻ സമയമെടുക്കാം. ഇതും ഒരു പ്രധാന കാരണമാണ്. നിങ്ങളുടെ പണം എത്തിയോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? പലർക്കും സംശയമുണ്ടാകുന്ന കാര്യമാണിത്. പലരും അക്കൗണ്ടിൽ എത്തിയോ എന്ന് എങ്ങനെ പരിശോധിക്കും? ഇതിന് ചില ലളിതമായ മാർഗങ്ങൾ ഉണ്ട്. ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബാങ്കിൽ പോയി പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്താൽ 1000 രൂപ എത്തിയോ എന്ന് നേരിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. ATM വഴി ബാലൻസ് പരിശോധിക്കുക. ATM കാർഡ് ഉണ്ടെങ്കിൽ ATM മെഷീനിൽ പോയി ബാലൻസ് പരിശോധിക്കാം. മൊബൈൽ ബാങ്കിംഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പലരും മൊബൈൽ ബാങ്കിംഗ് ഉപയോഗിക്കുന്നത് കൂടുതലാണ്. അതുപയോഗിച്ചും ബാലൻസ് പരിശോധിച്ച് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പണം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം? ആദ്യം 3 മുതൽ 5 ദിവസം വരെ കാത്തിരിക്കുക. കാരണം ചിലപ്പോൾ വൈകിയെത്താൻ സാധ്യതയുണ്ട്. ഇതിന് ശേഷവും ലഭിക്കാത്തവർ നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെടുക. ആവശ്യമായ വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ അപേക്ഷാ സ്റ്റാറ്റസ് പരിശോധിക്കുക. പലരും ഇപ്പോൾ ചോദിക്കുന്നത്, ഞാൻ കൃത്യമായി അപേക്ഷിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് പണം ലഭിക്കാത്തത്? ഇതുവരെ എനിക്ക് 1000 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടാകാം, പക്ഷേ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ രേഖകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകളുമായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം ലഭിക്കുന്നുള്ളൂ. അതായത് ഈ വരുമാന പരിധി നോക്കുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായിരിക്കും ഇത് കൂടുതൽ ലഭിക്കുക. അതായത് കുടുംബ വരുമാനം കുറഞ്ഞിരിക്കണം, സ്ഥിരമായ വലിയ വരുമാനം ഉണ്ടാകരുത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. സാധാരണയായി മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്ക് വരുമാന യോഗ്യത സാധാരണയായി ലഭിച്ചിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചെറിയ വരുമാനം ഉണ്ടായാലും സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടാണെങ്കിൽ അപേക്ഷ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടാകും.
അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇത് പ്രധാന തിരിച്ചറിയൽ രേഖയാണ്. ആധാർ നമ്പർ ശരിയായി നൽകണം. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് DBT വഴി പണം ലഭിക്കാൻ ആവശ്യമായ രേഖകൾ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യോഗ്യത തെളിയിക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് തന്നെയായിരിക്കണം സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളായ IFSC കോഡും ബാങ്ക് നെയിമും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഇവ ശരിയായി തന്നെ നൽകിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നിങ്ങളുടെ പ്രായം കൃത്യമായി അവർക്ക് രേഖകൾ കിട്ടാതിരുന്നാൽ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുന്നതായിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രായം കൃത്യമായി തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പ്രായം എങ്ങാനും കുറയുകയോ കൂടുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ അപേക്ഷ അവർ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതായിരിക്കാം കൊടുക്കേണ്ടിരിക്കുക. നിങ്ങളുടെ വയസ്സ് കൃത്യമായി തന്നെ നൽകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിരതാമസം ഉള്ളതായി തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ട്രിസിറ്റി ബിൽ ഇവയെല്ലാം നൽകിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ വിവാഹമോചിതയായ സ്ത്രീകൾക്ക് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സ്ഥിര വരുമാനമില്ലാത്തതായി തെളിയിക്കണം. ഇവയുണ്ടെങ്കിൽ അപേക്ഷ പരിഗണിക്കപ്പെടും. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ലോക്കൽ അതോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതിനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കുടുംബസഹായം ഇല്ലാത്ത സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും. അവർക്ക് വാർഡ് മെമ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ലോക്കൽ വെരിഫിക്കേഷൻ ഇവരുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷ അംഗീകരിക്കുക. രേഖകളിൽ പിഴവ് വന്നാൽ ആണ് നിങ്ങൾക്ക് അതായത് പൈസ ലഭിക്കാതെ പോവുക. അപേക്ഷ റിജക്റ്റ് ആകും, പേയ്മെന്റ് വൈകാം, വീണ്ടും അപേക്ഷിക്കേണ്ടി വരാം. അതുകൊണ്ട് രേഖകൾ സമർപ്പിക്കുമ്പോൾ സ്പെല്ലിംഗ് ശരിയാണോ എന്ന് പരിശോധിക്കുക. ആധാർ നമ്പർ ശരിയാണോ പരിശോധിക്കുക. ബാങ്ക് വിവരങ്ങൾ വീണ്ടും പരിശോധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപേക്ഷ അംഗീകരിക്കപ്പെടാൻ ചില പ്രധാന നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആകാതിരിക്കാൻ എല്ലാ രേഖകളും ക്ലിയർ ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ഒഴിവാക്കുക, പഴയ രേഖകൾ ഒഴിവാക്കുക. ശരിയായ വിവരങ്ങൾ മാത്രം നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതേസമയം രേഖകളായ ബാങ്ക് IFSC കോഡ് തെറ്റായി നൽകിയിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പേയ്മെന്റ് വൈകാം. ചിലപ്പോൾ പിന്നീട് വിവരങ്ങൾ തിരുത്തിയ ശേഷം മാത്രമാണ് പണം ലഭിക്കുക. കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്കീം അപേക്ഷ നൽകിയ ശേഷം പലർക്കും ഒരു സംശയം ഉണ്ടാകാറുണ്ട്. എൻ്റെ അപേക്ഷ അംഗീകരിച്ചോ, പണം അക്കൗണ്ടിൽ എത്തിയോ? ഇവയെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പരിശോധിക്കാനും കഴിയുന്നതാണ്. സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പോർട്ടൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് K-സ്മാർട്ട് പോർട്ടൽ വഴിയാണ്. അതായത് KSMART പോർട്ടൽ വഴിയാണ്. ഈ പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, അപ്രൂവൽ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കാൻ കഴിയും. അതായത് ആദ്യം നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് K-സ്മാർട്ട് പോർട്ടൽ തുറക്കുക. അവിടെ ഹോം പേജ് കാണും. അവിടെ ലോഗിൻ ചെയ്യുക. പോർട്ടൽ തുറന്ന ശേഷം യൂസർ നെയിം നൽകുക, പാസ്വേഡ് നൽകുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്താൽ ഡാഷ്ബോർഡ് തുറക്കും. തുറന്നതിന് ശേഷം പെൻഷൻ സെക്ഷൻ തിരഞ്ഞെടുക്കുക. ഡാഷ്ബോർഡിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്ഷൻ കാണും. ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. ആപ്ലിക്കേഷൻ നമ്പർ നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. സ്റ്റാറ്റസിൽ കാണുന്ന പ്രധാന വിവരങ്ങൾ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആണോ, പെൻഡിംഗ് ആണോ, റിജക്റ്റഡ് ആണോ, പേയ്മെന്റ് റിലീസ്ഡ് ആണോ, ഇവയെല്ലാം വളരെ വ്യക്തമായി കാണിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? പലർക്കും ഒരു പ്രശ്നമുണ്ടാകാം, ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ അപേക്ഷിച്ച പഞ്ചായത്ത് ഓഫീസിൽ ബന്ധപ്പെടുക. ആധാർ നമ്പർ ഉപയോഗിച്ച് വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇതൊരു സാധാരണ രീതിയാണ്. പേയ്മെന്റ് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയ ശേഷം പണം അക്കൗണ്ടിൽ എത്തിയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് പോർട്ടലിൽ പേയ്മെന്റ് സ്റ്റാറ്റസ് കാണാം. ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ATM ബാലൻസ് ചെക്ക് ചെയ്യാം. ഇതിലൂടെ പണം എത്തിയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ്. റിജക്റ്റഡ് സ്റ്റാറ്റസ് വന്നാൽ എന്ത് ചെയ്യണം? സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ റിജക്റ്റഡ് കാണിച്ചാൽ ഭയപ്പെടേണ്ടതില്ല. ആദ്യം റിജക്റ്റ് റീസൺ നോക്കുക. തെറ്റായ രേഖകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. വീണ്ടും അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. സാധാരണ റിജക്റ്റ് കാരണങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് തെറ്റായത്, ആധാർ മിസ്മാച്ച്, എലിജിബിലിറ്റി പ്രശ്നങ്ങൾ. ഇവ തിരുത്തിയാൽ വീണ്ടും അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയാൽ നിങ്ങൾ അത് തിരുത്തി സബ്മിറ്റ് ചെയ്യുക. പണം വരാത്തതിൽ ആരും വിഷമിക്കേണ്ടതില്ല. എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേരുന്നതായിരിക്കും. 2-3 ദിവസത്തിന്റെ ഡിലേ ഉണ്ടെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.